ഹലോ, ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. പക്ഷെ കാലത്ത് തന്നെ മൂഞ്ചി പോയെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഭയങ്കര ഹാപ്പി തന്നെയാണ് കേട്ടോ ഞാൻ. അപ്പോൾ കാലത്ത് കാച്ചുവിന് ക്ലാസ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നേരത്തെ തന്നെ എഴുന്നേറ്റിട്ട് അടുക്കളയിലത്തെ പണികളൊക്കെ തീർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ഉച്ചയ്ക്കേക്കുള്ള ഫുഡൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നൈറ്റ് എന്തായാലും ഫുഡ് ചെയ്യുന്നില്ല, കാരണം നമ്മളൊരു ഇടം വരെ പോവാണ്. എവിടെയാണെന്നല്ലേ, എൻ്റെ വീട്ടിലേക്ക് കേട്ടോ. നമ്മുടെ ആറാട്ടുപുഴ തൊട്ടിപ്പാള് പൂരാണ്. അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ച തറക്കേപ്പൂരായിരുന്നു കേട്ടോ. കാച്ചുവിന് ഫുഡൊക്കെ പാക്ക് ചെയ്തതിന് ശേഷമാണ് പിന്നീട് അറിയുന്നത് അവനിന്ന് ക്ലാസ്സില്ല എന്നുള്ളത്. ഞാനാണെങ്കിൽ കാലത്ത് തന്നെ എല്ലാ പരിപാടികളും കഴിച്ചു വെച്ചിട്ടാണ് അവനെ ക്ലാസ്സിൽ കൊണ്ടുപോകുക, കാരണം വന്നിട്ട് പണിയെടുക്കാനുള്ള ആവതുണ്ടാവില്ല കേട്ടോ. അപ്പോൾ മുറ്റമൊക്കെ നല്ല രീതിയിൽ അടിച്ചു വാരി, അകം പേരൊക്കെ നല്ല രീതിയിൽ അടിച്ചു വാരി, മാറാലൊക്കെ തട്ടിക്കൊടുത്ത് തുടയ്ക്കാണ് കേട്ടോ ചെയ്യുന്നത്. എത്ര നീറ്റായിട്ട് നമ്മൾ തുടച്ചെടുത്താലും കാര്യമില്ല, കാച്ചു മുറ്റത്തുനിന്ന് പൊടി എങ്ങനെ പോലും ചവിട്ടി കയറും. നല്ല പൊടിക്കാറ്റ് വീശുന്ന കാരണം എപ്പോഴും വരയത്ത് പൊടി ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തുടച്ചെടുത്തിട്ടും കാര്യമില്ല, എപ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ. ക്ലാസ്സിലാന്ന് അറിഞ്ഞപ്പോൾ പാക്ക് ചെയ്ത സാധനങ്ങളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അച്ഛനും മോനും കൊടുത്തു. അപ്പോഴേക്കും ഞാൻ ഫ്രഷ് ആയി വന്നു. കാച്ചുവിനെ നിങ്ങൾക്ക് അടിയിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഡ്രസ്സ് ചേഞ്ച് ചെയ്തിരിക്കുന്ന ക്ലാസ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട്. എൻ്റെ മുഖത്ത് തെളിച്ചും വേറെ ഒന്നല്ല കേട്ടോ, ഇന്ന് വീട്ടിൽ പോവാണല്ലോ. കൈമതി മൈലാഞ്ചി ഇട്ടിരിക്കുന്നതല്ല, ഏട്ടന് പാല് തിളപ്പിച്ച് ആറ്റിയതാണ്, കൈമ കൂടെ ആയിരുന്നു മാത്രം. അപ്പോൾ പേസ്റ്റ് വെച്ച് പൊത്തി പിടിച്ചിരിക്കുകയാണ് കേട്ടോ. നല്ലോണം പൊള്ളിയിട്ടുണ്ടായിരുന്നു കൈ. വൈകുന്നേരമാണ്, അത് കാരണം നമ്മൾ വീട്ടിലേക്ക് പോകുന്നത്. ഇന്നാണെങ്കിൽ തറക്കേപ്പൂരാണ്. കാച്ചു ആണെങ്കിൽ അവൻ്റെ സൈക്കിൾ ആരും കൊണ്ടുവരുതെന്ന് വിചാരിച്ചിട്ട് മറച്ചു വയ്ക്കുന്നതാണ് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വണ്ടിയുമ്പോൾ കയറി നമ്മൾ വീട്ടിലേക്ക് പോവാണ്. അത്യാവശ്യം ദൂരമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടുന്ന്, ടൗണിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക്. പോകുന്ന വഴിക്ക് കടയിൽ കയറിയതാണ്. അപ്പോൾ അവൻ്റെ കുറച്ച് ഡാൻസും പെർഫോമൻസാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാച്ചുവിനാണെങ്കിൽ എൻ്റെ വീട്ടിൽ പോകാമെന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതിൻ്റെ സന്തോഷമാണ് കേട്ടോ കുട്ടി നടു റോഡിലെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഏട്ടനാണെങ്കിൽ കാലുമ വയ്യാത്തതുകൊണ്ട് വണ്ടി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എന്നാലും കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകുന്നതാണ് കേട്ടോ പാവം. എന്നാൽ കാര്യമായിട്ട് പൂരം കാണാനും പോയോ അതുമില്ല. ആളില്ലാത്ത കാരണം എനിക്ക് പൂരം കാണുമ്പോൾ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അമ്മയാണ് കാച്ചുവിനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് കേട്ടോ, അമ്മയും ചേച്ചിയൊക്കെ കൂടിയിട്ട്. ദിവസത്തെ കോലാണ് കേട്ടോ ഇതിപ്പോൾ. ബാക്ക്ഗ്രൗണ്ടൊക്കെ മാറിയിട്ടുണ്ട്. എൻ്റെ വീട്ടിലാണ് ഞാനുള്ളത്. രാവിലെ തന്നെ അമ്മയ്ക്ക് പണി തന്നു, മീൻകറി വെക്കണം, അതുപോലെ തന്നെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചെറിയ മാങ്ങ കൊണ്ടാണല്ലോ സാധാരണ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുക. ഇതിൻ്റെ പേര് എനിക്ക് അങ്ങനെ അറിയില്ല കേട്ടോ. പക്ഷേ ഈ ഒരു മാങ്ങ 12 എണ്ണം ഉണ്ടായിരുന്നെങ്കിൽ അതിൽ 8 എണ്ണം കേടായിരുന്നു എന്നുള്ളതായിരുന്നു സത്യം. അതിൽ നല്ല രീതിയിലുള്ള മാങ്ങയൊക്കെ എടുത്തത് നമ്മൾ ക്ലീൻ ചെയ്ത് ചട്ടിയിലേക്ക് ഇട്ടത് കറിയാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ റെസിപ്പി എന്തായാലും ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കഴിച്ചവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് പിന്നെ 2 മണിയൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ വീടിൻ്റെ മുന്നിലായിട്ട് പിള്ളേരും നമ്മളെല്ലാവരും ഇങ്ങനെ ഒത്തുകൂടിട്ടോ. വേറെ ഒന്നുമല്ല, ഘടകപൂരങ്ങളൊക്കെ നമ്മുടെ വീടിൻ്റെ മുന്നിൽ കൂടെയാണ് പോകുന്നത്. കോലം വെച്ചിട്ടുള്ള ആനയും കോലം വെക്കാതെ ഉള്ള ആനകളും എല്ലാതും നമ്മുടെ വീടിൻ്റെ മുന്നിൽ കൂടെയാണ് പോവുക. ആ കാഴ്ചയൊക്കെ ഭയങ്കര രസമുള്ള കാര്യങ്ങളാണ് കേട്ടോ. വീടിൻ്റെ തൊട്ട് മുന്നിൽ തന്നെ തോട്ടിൽ വെള്ളം പൂരസമയമാകുമ്പോൾ വീടും ചെയ്യും. അതൊക്കെ കാണാൻ ഒരു അടിപൊളി വൈബ് തന്നെയാണ്. അപ്പോൾ വൈബ് മാത്രമല്ല, ഓർമ്മകളാണ് കേട്ടോ അതൊക്കെ. ഈ കോലയേറ്റി വരുന്നത് വേറെ ആരുമല്ല, ശാസ്താവാണ് കേട്ടോ. കാരണം ശാസ്താവ് പോകുമ്പോൾ മാത്രമാണ് ഈ ഒരു പ്രത്യേകത. റോഡ് ഫുള്ളും നനച്ചിട്ടാണ് പോകുന്നത്, വേറെ ഒന്നും കൊണ്ടല്ല. റോഡ് ക്ലീൻ ചെയ്യുക എന്നുള്ളൊരു രീതിയാണ് കേട്ടോ, അതായത് ശുദ്ധീകരിക്കുക, അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള കുഞ്ഞു കുട്ടികൾ മുതൽ വലിയവർ വരെ എന്തുണ്ടെങ്കിൽ പോലും ഫസ്റ്റ് വിളിക്കുന്നത് എൻ്റെ ശാസ്താവേന്നായിരിക്കും. ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ഒരു ഇതിലും മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു ഭഗവാനാണ് കേട്ടോ. കണ്ടില്ല, ആനകൾ കോലം കെട്ടാതെ വണ്ടിയിലല്ലാണ്ടും ഒക്കെ നമ്മുടെ വീടിൻ്റെ മുന്നിൽ കൂടെ പോവും. ആനകളെല്ലാം കണ്ടതിന് ശേഷം അമ്മമ്മയുടെ വീട്ടിൽ പോയിരുന്ന് അവിടുന്ന് കിട്ടിയ മാങ്ങ എല്ലാം പുളി ഉപ്പും മുളകൊക്കെ തിരുമ്മി കൂട്ടി വയ്ക്കുകയാണ് ചേച്ചി കേട്ടോ. ഇരിക്കുന്നതാണ് ചേച്ചിയുടെ പിള്ളേർ, ആൻറ്റിയുടെ മക്കളെല്ലാവരും ഉണ്ടായിരുന്നു. ഇങ്ങനെ കൊത്തുകൂടുന്നത് ഈ പൂരത്തിന് മാത്രമാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് 2-3 പീസ് ഞാനും തട്ടിയകത്താക്കിയിട്ടുണ്ട്. ഇവിടെ ഒരാളാണെങ്കിൽ മാങ്ങയും വെള്ളം കൂടി ഒരുമിച്ചാണ്. എന്താവോ നാളത്തെ അവസ്ഥ എന്നറിയില്ല. പിന്നെ നമ്മൾ വൈകുന്നേരം ആകുമ്പോഴേക്കും തിരിച്ചു പോന്നു, കാരണം മാഡിന് കാല് നല്ല പെയിൻ ഉണ്ടായിരുന്നു. അത്ര നേരം നമുക്ക് ഇരിക്കാൻ പറ്റില്ല, പൂരപ്പറമ്പിലേക്കും പോകാൻ പറ്റില്ല, പൊടി തട്ടാൻ പാടില്ലല്ലോ. അപ്പോൾ തിരിച്ചു വരുമ്പോൾ അമ്മ വീട്ടിൽ നിന്ന് തന്നയച്ചിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ കാച്ചുവിനും. പിന്നെ വീട്ടിൽ വന്നിട്ടൊന്നും വെക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കാച്ചു വന്നപ്പോൾ ഭയങ്കര സാഡായിരുന്നു, കാരണം കളിക്കണേൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നതല്ലേ പിള്ളേരുടെ അടുത്തുനിന്ന്. അതിൻ്റെ ഒരു നല്ല വിഷമമുണ്ടായിരുന്നു. അപ്പോൾ അവന് ബ്രെഡും ചിക്കൻ കറിയും മതി എന്ന് പറഞ്ഞിട്ട് അവനുള്ളതാക്കി കൊടുക്കാനുണ്ട്. ഏട്ടന് വയ്യാത്തതുകൊണ്ട് പൂരപ്പറമ്പിലേക്കൊന്നും അങ്ങനെ പൂരം കാണാനായിട്ട് പ്രത്യേകിച്ച് പോയില്ല കേട്ടോ, കാരണം ആളൊറ്റയ്ക്ക് ഇരിച്ചിട്ട് പൂരം കാണാൻ പോകുക അത്ര വലിയ സുഖമില്ല. വീട്ടിലിരുന്നിട്ടാണെങ്കിൽ അത്യാവശ്യം പൂരങ്ങളൊക്കെ നമ്മൾ കണ്ടുമില്ല. അപ്പോൾ ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ ഞങ്ങളുടെ പൂര വിശേഷം ഇത്രയുള്ള വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്